ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഒരു മനോഹരമായ കാഴ്ചയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ചെറുപ്പക്കാർ, ഒരു 2-3 ചെറുപ്പക്കാർ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ 3 ചെറുപ്പക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാം ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ബോട്ട് ഇവിടെ വന്ന് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ മനും അഭിഷേകും പിന്നെ ബ്രോൻ്റെ പേരെന്തേലും ശ്രീരാഗ് പേര് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ മാത്രമേ ഉള്ളൂ. ജാക്കറ്റ് എല്ലാം ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ? വന്നു കഴിഞ്ഞാൽ ജാക്കറ്റ് ഇടുക. അവരെല്ലാവരും കയറുന്നുണ്ട് എൻ്റെ പിന്നിൽ. ശരത്തുണ്ട് എൻ്റെ കൂടെ. ശരത്ത ജാക്കറ്റ് ഇട്ടോ. കണ്ടൽക്കാടല്ലേ? ഓക്കെ, കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകണം. ജാക്കറ്റ് ഇടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? അല്ലെങ്കിൽ അവർ അവിടുന്ന് തുടങ്ങും. ഇപ്പം തന്നെ ഞാൻ ഒന്ന് ക്ലിപ്പിന് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് അത് മാറ്റുന്ന സമയത്ത് പോലും അവർ വിളിച്ച് പറയുന്നുണ്ട് അവിടുന്ന് ദൂരോട്ട്. അപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മളെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്നാണ് കണ്ടൽക്കാട് സ്റ്റാർട്ട് ചെയ്യണത്, തുടങ്ങുന്നുണ്ട്. അപ്പോൾ അയ്യപ്പച്ചേട്ടൻ പ്ലാൻ ചെയ്തേക്കണതൊക്കെ കുറച്ചും കൂടെ ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് ചെന്നാലും നമുക്ക് കാണാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് കയറുന്നുണ്ട് അല്ലേ? നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുള്ള സമയത്താണ് വരേണ്ടത്. അതെ. അപ്പോൾ അതെ, പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്ന പരിപാടി നമുക്ക് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വേലിയിറക്കം ഉള്ളതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു സംഭവം നടക്കില്ല. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം കൂടെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ? ഈ വെള്ളം വേണം. അതെ, കറക്റ്റായിട്ട് കാണാം. നല്ല ഉപ്പുണ്ട്. എന്താ ഇത് കണ്ടൽക്കാടിൻ്റെ ഇലയാണ്. അപ്പോൾ ആ ഇലേൻ്റെ മുകളിൽ നല്ല ഉപ്പ് രസമുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള സാൾട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന പറയുന്നത്. വെള്ളം അല്ലേ? അത് ഈ ഉപ്പുവെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് പോകുന്നതുകൊണ്ടാണോ? വേരിലൂടെ വലിച്ചെടുത്തിട്ട് അധികമുള്ള ഉപ്പിനെ പുറത്തോട്ട് തള്ളുന്നതാണ്. കൊള്ളാട്ടാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ പ്രദേശത്ത് പോയ പോലെ ഒരു ഫീലുണ്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത്. ഇതിലുണ്ടല്ലേ? ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന ഹോട്ടൽ. ഒരുപാട് സാധനങ്ങളുണ്ട്. ചായ, സർബത്ത്, വെള്ളം ഐറ്റംസുകൾ ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ തോന്നി കഴിഞ്ഞാൽ വെള്ളത്തിൽ വെച്ച് തന്നെ നമുക്ക് സംഭവം കിട്ടും. ഇതാണ് ഈ സെറ്റപ്പ്. മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി. ഇതാണ് ശരിക്കും കാണാൻ രസമുള്ള മാംഗ്രൂവ് ട്രീസ് എന്ന് പറഞ്ഞാൽ അല്ലേ? കാണാൻ ഭംഗിയുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൊള്ളാട്ടാ, അടിപൊളിയാണ്. ഇത് ജാക്കറ്റാ? നിനക്ക് നീന്തെല്ലാം അറിയില്ലല്ലേ? ഈ ഭാഗത്തേക്കൊക്കെ അടിപൊളി. നമ്മൾ റൈഡ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടെ അതാണ്ടേ ഓയിസ്റ്റർ വില്ലേജ്. നമ്മളപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ആ ഒരു യാത്ര കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഇനി ഭയങ്കര വലിയ സെറ്റപ്പാണ് വരാൻ പോണത്. നമ്മളുടെ അഭിഷേക്, ശ്രീരാഗ് പിന്നെ മനു, ഇവർ 3 പേരും നല്ല ചുറുചുറുക്കൻ ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ചെറിയൊരു സംരംഭമാണ്. അതിൻ്റെ ബാനറിലാണ് ഇവിടെ വന്നത്. യാത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് പിന്നെ അവരുടെ ഉച്ചത്തെ ലഞ്ചുണ്ട്, ഫുഡ് സ്പെഷ്യൽ സീ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. ഇതും ഇത് അതേപോലെ അല്ലേ? അതേപോലെയുള്ള
സെറ്റപ്പും കാര്യങ്ങളാണ് ഈ സൈഡിലൊക്കെ ഉള്ളത്. നമ്മളുടെ എന്താ പറയുക ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ വീട്ടിലും ചെയ്യുന്നതാണ് അല്ലേ? ഇത് വീടല്ലേ? ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും കുറേ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരാനുണ്ട് അല്ലേ അബി? ഒരുപാട് സംഭവമുണ്ട്. അബിനെ കാണിച്ചു തരാം. ഇത് അബി, അവരോ? അത് ശ്രീരാഗ്, ഒരാളും കൂടെ ഉണ്ട്, ശ്രീരാഗ്, പിന്നെ മനുവും കൂടെ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇവരാണ് ശരിക്കും നമുക്ക് ആ റൈഡ് സെറ്റപ്പാക്കി തന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഇവിടുന്ന് ദൂരത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ മറ്റേ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ ഓൺലൈനിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? ഇവിടെ ബുക്കിംഗ് എടുത്തിട്ട് മാത്രമേ നമുക്ക് തോണി ഇവിടേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീടൊക്കെ വരുന്നോ അല്ലേ? ഇതിൻ്റെ തൊട്ടടുത്ത വീട്. ഇത് ശ്രീരാഗ്, അടുത്ത ആൾ. ഇനി ഒരാളും കൂടി ഉണ്ട്, മനു. അപ്പോൾ ഇവരുടെ 3 ഒരു സ്റ്റാർട്ടപ്പാണ്. ഇനി കുറേ കാര്യങ്ങൾ വരാനുണ്ടല്ലേ അപ്ഡേഷൻ? അതെ ഇവിടെ ഓസ്റ്റർ വില്ലേജിൻ്റെ ഒരു ചെറിയൊരു ഷെഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ സ്നാക്സും പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ? ഒക്കെ ഉണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അമ്മമാരെ കൈപ്പുണ്യാണ് ഈ മേശപ്പുറത്തെല്ലാം കാണുന്നത് അല്ലേ? ഇത് അഭിഷേകിന്റെ അമ്മനല്ലേ? ഇത് മനുവിന്റെ അമ്മ. അത് ശരി. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉള്ളേ? കല്ലുമ്മക്കായ ഫ്രൈ റോസ്റ്റ് ഉണ്ട്, ഞണ്ട് റോസ്റ്റ് ഉണ്ട്, പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മളെ പുഴമീൻ പൊരിച്ചതുണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ട് രാവിലെ മനു വലക്ക് പോയിട്ട് പിടിക്കുന്ന കൊണ്ടുവരുന്ന സാധനമാണ്. അതില് പിന്നെ മീൽസ് ആണ്. മീൽസ് 2 കൂട്ട കറികളും പിന്നെ കപ്പ, പത്തിരി, ചപ്പാത്തി. ഓക്കെ. തനി വീട്ടിലുള്ള ഭക്ഷണം അത് നമുക്ക് ഒരു പുഴയുടെ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് തരും അല്ലേ? 50 റുപ്പീസാണ് ഒരു മീൽസിന് മാത്രമായിട്ട്. ഇനിയിപ്പോൾ നമ്മളുടെ റൈഡും കൂടെ പാക്കേജ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 900 രൂപ വെച്ച് പെർ ഹെഡ് 2 മണിക്കൂർ ബോട്ടിങ്ങും പിന്നെ ഈ ഫുഡുകളും ഇത് പോരെ. ഒരു 1 ഡേ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കൊള്ളാട്ടോ. ഇത് കടലിൽ നിന്ന് പിടിക്കുന്ന മറ്റേ ഇതല്ലേ? ഇവിടുത്തെ ഇതോ? നല്ല വലിപ്പമുണ്ടല്ലോ. കൊള്ളാട്ടോ. അടിപൊളി. നന്നായിനു, അടിപൊളി. വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേപോലെ തന്നെ. വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് തന്നെ. ആളുകൾക്ക് വരുമ്പോൾ അമ്മ ഇതേപോലെ തന്നെ കൊടുക്കണം. അതാണ് കേട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ നാടൻ ഞണ്ടായതുകൊണ്ട് നല്ല ഉറപ്പാണ് അല്ലേ? അടിപൊളി. ഈ ഞണ്ട സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ ഭക്ഷണം കഴിച്ചോ? ആണ്. നല്ല വെയിലാണല്ലോ. 3 ട്രിപ്പ് എടുത്തിട്ട് വരിക അല്ലേ? അപ്പം മരത്തിൻ്റെ കാര്യമൊക്കെ പറയായിരുന്നു ചേച്ചിമാരുടെ അടുത്ത്. മോളെ കണ്ട്, അമ്മനെ കണ്ടു, അവിടെ ഉണ്ട്. ഭക്ഷണം കഴിക്കണ്ടേ നീ? ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചാണ് പോയിട്ടില്ല, നിങ്ങളെ കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പോൾ നേരത്തെ തോണി തുറഞ്ഞത് നിങ്ങൾ കണ്ടതാണ്. അപ്പം അയ്യപ്പേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളെ അഭിഷേകിൻ്റെ അമ്മച്ചനാണ്. അഭിഷേകിൻ്റെ അമ്മച്ചനാണ് ഇതിൻ്റെ ഒരു പാർട്ട്ണറിലെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സൈഡായില്ലേ എല്ലാ കാര്യങ്ങളും? ഞാൻ നിർത്തി, മറ്റവരൊക്കെ ഇപ്പം പോകുന്നുണ്ടല്ലേ? ആള് നിറയെ വന്നിട്ടുണ്ട്. ഉച്ചയായി കഴിഞ്ഞാലും ട്രിപ്പ് ഉണ്ടാവും അല്ലേ? 5:30 വരെ ആളുണ്ടാവും. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയ ആൾക്കാരാണ് ഇത്. നമുക്ക് വേണ്ട അതെ ഈ കാണുന്നതൊക്കെ പണ്ട് മുതലേ നിങ്ങൾ ചെയ്ത് വെച്ചതിൻ്റെ ഒരു സാധനങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ അടിപൊളി. എന്തായാലും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓയിസ്റ്റർ വില്ലേജിൻ്റെ കാഴ്ചകൾ ഇതാണ്. അപ്പോൾ നമ്മൾ 3 ചെറുപ്പക്കാർ തുടങ്ങിയേക്കണ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ചെറുപ്പക്കാരുടെ കൂടെ അവരുടെ അമ്മമാരുണ്ട്, അച്ഛന്മാരും എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റൈഡും പിന്നെ നല്ലൊരു ഭക്ഷണമാണ് ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഭക്ഷണം നിങ്ങൾ ഇവിടുത്തെ എന്തായാലും കഴിച്ചു നോക്കണം. അപ്പോൾ എന്തായാലും വന്ന് കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.